ഞാനിപ്പോൾ ഉള്ളത് കുറ്റ്യാടിയിലാണ്. കുറ്റ്യാടിയിൽ വേളം പഞ്ചായത്തിലെ ഒരു റോഡിലാണുള്ളത്. ഈ റോഡ് കഴിഞ്ഞ ഒരു 6-7 ദിവസമായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. ബസ് സർവീസുള്ള റോഡാണ്. പക്ഷേ ഇന്നാണ് അല്പമെങ്കിലും ഈ മഴ ശമിച്ചതോടുകൂടി ചെറിയ തോതിൽ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയത്. കഴിഞ്ഞ 6-8 ദിവസമായിട്ട് ഈ പ്രദേശത്തെ ആളുകൾ ഒറ്റപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഈ റോഡ് നിറയെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ. തൊട്ടപ്പുറത്ത് നമുക്ക് ഒരു കാണാം, ആ തടിമില്ല് തുറന്നിട്ട് ഏകദേശം 8 ദിവസത്തോളമായി എന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ ഉടമ നമ്മുടെ ഇവിടെയുണ്ട്. ചേട്ടാ, ഇവിടുത്തെ ഈ ഒരു വെള്ളക്കെട്ട് എത്ര ദിവസമായി ഇവിടെ? ഇന്നൊക്കെ 8 ദിവസമായി. അധികാരികൾ ആരും തന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എൻ്റെ സ്ഥാപനവും മറ്റുള്ള കച്ചവടക്കാരുള്ള എല്ലാവരുടെയും സ്ഥിതി അത് തന്നെയാണ്. ഞാൻ ഇന്നൊക്കെ 8 ദിവസമായി എൻ്റെ മെഷീനറി ഫുള്ളായിട്ട് വെള്ളത്തിലാണുള്ളത്. അത് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് തൊഴിലാളികൾ, മറ്റ് ആൾക്കാർ എല്ലാവരും തന്നെ കഷ്ടപ്പെട്ട്. ഇവിടുന്ന് തീക്കുനി കക്കട്ട് റോഡാണ്. തീക്കുനി കക്കട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ റോഡ് 8 ദിവസമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. അതിൽ അത്യാവശ്യം ആൾക്കാർ പോകുന്നുണ്ട്, അത് വഴിക്ക് കുടുങ്ങുകയും ചെയ്യുന്നുണ്ട്. ക്രെയിനൊക്കെ വന്നിട്ടാണ് കയറ്റി കൊണ്ടുപോകുന്നത്. ഇതിനൊരു പരിഹാരം കാണണം അധികാരികൾ, സ്ഥലം MLA, MP, അതുപോലെ തന്നെ പഞ്ചായത്ത്. ആരും തന്നെ ഇതുവരെ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല, ഒന്നും ഇതിനെപ്പറ്റി ഒരു സംസാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു വെള്ളക്കെട്ട് ഇങ്ങനെ എല്ലാ വർഷവും ഉണ്ടാകാറുള്ളതാണോ? ഇതിപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഇങ്ങനെ? എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. സ്ഥിരമായിട്ട് ഇപ്പോൾ ഇങ്ങനെ 8 ദിവസം ഇതൊരു ആദ്യമായിട്ടാണ്, കൂടുതൽ ഇപ്രാവശ്യമാണ്. ഇതിൻ്റെ ശാശ്വത പരിഹാരം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുണ്ടാണ്. ഈ വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഈ റോഡിന് അപ്പുറം ഇപ്പുറമൊക്കെ വീടുകളൊക്കെ ഇല്ല, അപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ വളരെ ദുരിതം തന്നെയാണ്. അങ്ങാടിയിലെത്തിപ്പെടാനും ഭക്ഷണ സാധനങ്ങൾ മേടിക്കാനും എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു അവസ്ഥയിലാണ് ഉള്ളത്. 2-3 വീടുകാർ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. 3 ദിവസം 4 ദിവസം അവിടെ വീട്ടിലില്ലാത്തത്. കാരണം മുറ്റത്ത് കോനാല് വരെ ഇതാണ് വെള്ളമാണ്. അവിടെ ഇങ്ങോട്ട് പോയിക്കൂടാത്തതുകൊണ്ട് ഒരു സ്വന്തം വേറെ വീട്ടിൽ മാറി താമസിച്ചിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഈ ഒരു വെള്ളക്കെട്ട് ഈ റോഡിൽ മാത്രം ഇങ്ങനെ ഉണ്ടാകാനുള്ളൊരു കാരണം? കാരണം 2 സൈഡും പിന്നെ വയൽ നിർത്തിയിട്ട് വീടുകളുണ്ടാക്കും. ഈ തോടും ഫുള്ള് വീതി കുറവാണ്. പുറമേരി പഞ്ചായത്ത് ഇങ്ങോളം 3 മീറ്റർ വീതിയാക്കി. ഇവിടുന്ന് ഇത് തുടങ്ങുന്നിടത്ത് ഇങ്ങോട്ട് 2 മീറ്റർ വീതിയാണ് വരുന്നുള്ളൂ ഈ തോട്. ഇപ്പോൾ കൊല്ലത്തിൽ ഇവർ ഇത് വ്യാപാരിയുടെ യോഗങ്ങളും വെക്കുമോ, അത് പിന്നെ അങ്ങനെ ഇല്ലാണ്ടായിപ്പോൾ. പിന്നെ യോഗം വെച്ച് പിന്നെ മഴക്കാലം കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് 3 മീറ്റർ 2 സൈഡും 3 മീറ്റർ അതേപോലെ പുറമേരി പഞ്ചായത്ത് പോലെ വരുന്നാൽ ഈ വെള്ളം ഒഴിഞ്ഞു പോകും. തോട് 4 മീറ്റർ ആവും ശരിക്കും വേണം. ഇതൊരു ബസ് സർവീസ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ബസ്സിന് പോലും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ. ആൾക്കാർക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഈ സ്ഥാപനത്തിൽ തന്നെ ഒരു 10-12 പണിക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇയാളാണ് സ്ഥാപനം. ഞാനിവിടെ ആദ്യം പണിയെടുത്ത ആളാണ്. എൻ്റെ വീട് ഇവിടെയാണ്. ചെറിയ കുട്ടികൾ കൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് ഒരുപാട് വർഷമായി ഇതുകൊണ്ട് കളിക്കുന്നു. പഞ്ചായത്ത് ഇടപെട്ട് അളന്ന് കൊണ്ടുപോയി. ഞാനും ചാത്തോട്ടിനൊക്കെ ഉണ്ടായിരുന്നു, അളക്കാനൊക്കെ പിടിക്കാനൊക്കെ. ആരും എന്ത് ചെയ്തില്ല. അതവിടെ അളന്നിട്ട് പിന്നെ ആരും അതിനെപ്പറ്റി തിരിഞ്ഞു നോക്കില്ല. എല്ലാ വർഷവും എന്ത് ചെയ്യും വെച്ചാൽ മഴ വരും, മഴയത്ത് വന്ന് അളന്നിട്ട് പോകും. മഴ കഴിഞ്ഞാൽ പിന്നെ വരില്ല. അപ്പം അസുഖമായി തന്നെ കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ഒരു വണ്ടി പോകുന്നില്ല, എടുത്തു പോലും നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഒരുപാട് കുട്ടികളെല്ലാം സ്കൂളിൽ നിന്ന് പോകാതെ ഇങ്ങനെ വീട്ടിലിരിക്കുവാണ്. ഈ കഴിഞ്ഞ 8 ദിവസമായിട്ട് കുട്ടികളൊന്നും സ്കൂളിൽ പോകാൻ പറ്റാത്ത പ്രയാസം തന്നെയാണ്. കുട്ടികൾക്കെല്ലാം വളരെ വാഹനങ്ങളെല്ലാം വഴിക്ക് വെച്ച് നിന്ന് പോകുന്നു. അപ്പം വെള്ളം കൊണ്ട് യാതൊരു രക്ഷയില്ല. കുട്ടികളും രക്ഷിതാക്കളും എല്ലാം ആകെ ആശങ്കയിലാണ്. എന്താ പഠനത്തിൻ്റെ കാര്യത്തിലെല്ലാം ഒരു മാർഗ്ഗമാണ് ബൈക്ക്. ആ ബൈക്കിന് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബൈക്കിന് നമ്മൾ പോയാൽ ദൂരെ സ്ഥലങ്ങളിൽ പണിക്ക് പോകാൻ പറ്റും. ആ ഒരു അവസ്ഥ കൂടി കണ്ട് മനസ്സിലാക്കി അധികാരികൾ കണ്ണു തുറക്കുക. അതേ നമുക്ക് പറയാനുള്ളൂ. ഇതൊക്കെ ഇവിടെ ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ്. ഞാനും ഇയാളും ഇതെല്ലാം ഈ പ്രദേശത്തുള്ള ആൾക്കാരാണ്. ഇവരൊക്കെ ഞങ്ങളൊക്കെ ഒരു 5-8-9 ദിവസത്തോളായി ഈ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ട് കാണും. ഇവിടെ ഒരു വലിയൊരു ജനക്കൂട്ടം നമുക്കിവിടെ കാണാം. കാരണം അത്രയേറെ കഷ്ടപ്പാടുകളും ദുരിതവും അനുഭവിക്കുന്നൊരു ജനതയാണിത്. വേളം പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 8 ദിവസക്കാലമായിട്ട് ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ട് കാരണം ഇവർക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ, ദുരിതക്കയം എന്ന് വേണമെങ്കിൽ പറയാം. ഈ കാണുന്ന റോഡ് ഇത് ഏകദേശം ഒരു 1.5-2 കിലോമീറ്ററോളം ഇങ്ങനെ വെള്ളമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഏകദേശം മുട്ടിന് മേലിൽ വെള്ളം ഉണ്ടായിരുന്നു. അരയ്ക്ക് മുകളിൽ വെള്ളം ഉണ്ടാകുന്ന ദിവസം വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്നാണ് ഒന്ന് മഴ തോർന്നത്. അതുകൊണ്ട് അല്പം വെള്ളം ഇറങ്ങുന്നു എന്നതും ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ഈ 8 ദിവസക്കാലമായിട്ടും ഇവരെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഷ്കരമായ കാര്യം. കാരണം ഇങ്ങനെ ഒരു പഞ്ചായത്ത് ഇവിടെയുണ്ട്, ഇങ്ങനെ ഒരു റോഡുണ്ട്, പ്രധാനപ്പെട്ടൊരു ബസ് പോകുന്ന റോഡാണ്. നിരവധി കുട്ടികളുണ്ട് ഇവിടെ. സ്കൂളിലേക്ക് പോകാനുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ അവരെ ആരും തിരിഞ്ഞു നോക്കാൻ ഈ അധികാരികൾ ആരും ഉണ്ടായില്ല എന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ പങ്കുവയ്ക്കുന്നത് വേദനാജനകമായിട്ട് പറയുന്ന കാര്യം. എന്തായാലും ഇന്നിപ്പോൾ മഴ മാറി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം
അല്പം ഇറങ്ങി വരുന്നുണ്ട്. അത് അവർക്കൊരു ആശ്വാസകരമായ കാര്യം കൂടിയാണ്. മോത്തി.